നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഇപ്പം നാട് മുഴുവൻ അറിഞ്ഞല്ലോ. ഇപ്പം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. പക്ഷെ അതിനകത്ത് ഏറ്റവും മോശം വന്ന് മരിച്ചുപോയ അയാൾ ചെയ്ത മുഴുവൻ കൊള്ളരുതായ്മകളും, അയാൾ നാട്ടുകാരിൽ നിന്ന് മുഴുവൻ കടം വാങ്ങിച്ചത്, അയാളിങ്ങനെ റോഡിലെല്ലാം നാട്ടിലെല്ലാം നടന്ന് പെണ്ണ് കിട്ടിയതും എല്ലാം പുറത്തായില്ലേ. എല്ലാ കഥകളും പുറത്തായി. അയാൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ ഈ അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ച സ്ത്രീ തന്നെ നാണം കെടുത്തി. പിന്നെ അവരുടെ ഒരു ഭാഷയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തുവാ പിന്നെ അത് പറയാൻ തന്നെ നമുക്കൊരു നാണക്കേട്. കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കി. ഞാൻ സുധിയുടെ കൂടെ കിടന്നല്ലേ കൊച്ചിനെ ഉണ്ടാക്കുന്നത്. എല്ലാ മനുഷ്യരും കൂടെ കിടന്ന് തന്നെ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമാണ്. ഇത് പിന്നെ ഒരു പ്രകൃതിയുടെ നിയമമാണ്. ഒരാണും പെണ്ണും ചേർന്നെങ്കിൽ മാത്രമേ കുട്ടികളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയ വന്നിരുന്ന ആ പറയുന്നതൊക്കെയല്ല ഇപ്പം അടിക്കുമെന്നുള്ള ലക്ഷണത്തിൽ ആകപ്പാടെ ഈ പെൻസിൽ മാർക്ക് പോലെ ഇരിക്കുവാണ്. നമ്മൾ പറയും നമ്മുടെ നാട്ടിലൊക്കെ പറയും ചൂട ചുട്ട് തിന്നാൻ ജീവനില്ല. ഈ ചൂട ചുട്ട് തിന്നാൻ ജീവനില്ലാത്ത ഈ വ്യക്തിയാണ് ഇപ്പം ആങ്കറൊക്കെ ഇപ്പം അടിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തോ ഒരു അഹങ്കാരമില്ല. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു എന്നൊക്കെ പറയത്തില്ലേ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു വ്യക്തി സംസാരിക്കുന്ന കണക്ക് തന്നെയാണ് പിന്നെ ഈ രേണു സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ശരീര ഭാഷ തന്നെ ഇല്ല, എന്ത് പറയുന്ന ആരെയും കൂസാത്ത ഭാവം, പിന്നെ ഞാനെന്ന ഭാവം മുന്നിൽ നിൽക്കുന്ന ഒരു സ്വഭാവം. ഈ ഒരു ക്യാരക്ടറിനൊക്കെ ഇതിൻ്റെ അധപ്പതനമാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഒരു നാടകത്തിലൊക്കെ അഭിനയിച്ച്, ഞാനും നാടകത്തിൽ ഡ്രാമ ചെയ്യുന്ന ആളാണ്, ആക്ട്രസ്സാണ്. അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഇതിനൊക്കെ ഷോർട്ട് ഫിലിം അതൊന്നും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം അതിൽ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിംകാരില്ല. ഞാൻ നേര് പോലുള്ള ലാലേട്ടൻ്റെ മൂവി ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്ട്രസ്സിന് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ നല്ല കാര്യമാണ്. നേര് മൂവിയിലുണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റായിട്ട് നേര് മൂവിയിലുണ്ടായിരുന്നു ഞാൻ. പിന്നെ 2 മൂവി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രാമ ചെയ്യുന്നുണ്ട്. നമ്മൾ സൂര്യയിലെ ഡ്രാമ